പോലെ എന്തേലൊക്കെ മിണ്ടി പറഞ്ഞു ഇരി. അതെന്തുവാടാ, നമ്മള് നാട്ടിൽ നിന്ന് ഗൾഫിൽ വന്നപ്പോ ഇവനൊക്കെ കരച്ചിലും പിരിച്ചിലുമായിരുന്നു. ഇപ്പതേ മിണ്ടാൻ വയ്യച്ചിട്ടായിരുന്നു. ആ മതിടാ, മതി നമ്മള് ഇവിടെ ഇരുന്നോളാം. ശരി. എടാ, ഇവിടെ നമുക്ക് മാത്രമേ ഉള്ളൂ ഒറ്റപ്പെടല്. നാട്ടിയവന്മാർക്ക് ഒറ്റപ്പെടലില്ല, മനസ്സിലാക്ക്. ഞാൻ ഗൾഫിൽ വരാൻ നേരത്ത് നിന്റെ പെട്ടി കയറി ഇരുന്നാ കൂടെ വരാൻ പറ്റുമോ അളിയാന്ന് ചോദിച്ചവന്മാരെ ഇപ്പൊ മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ മിണ്ടുന്നെങ്കിലും ചെയ്യുന്നില്ലേ? കുറച്ച് കഴിഞ്ഞാൽ അതും നിൽക്കും. ലാസ്റ്റ് വിളിച്ചാ പോലും എടുക്കൂല. അവസാനം ആരെ വിളിക്കും? പടച്ചോനെ. ഇതാണ് പറയുന്നത്, കറക്റ്റ് സമയത്തിന് കല്യാണം കഴിച്ച പൊണ്ടാട്ടിയെങ്കിലും വിളിച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുക. ഈ ലീവിന് പെണ്ണ് കിട്ടുന്നതിന്റെ അഹങ്കാരമായിരിക്കും. അഹങ്കാരമല്ല, അത്ഭുതമാ. പണ്ടത്തെ പോലെ ഗൾഫുകാർക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ല നാട്ടില്. ഇല്ലേ? ഇല്ല. പണ്ട് ഗൾഫുകാരനെന്ന് പറഞ്ഞാൽ പെണ്ണിനെ അടുത്ത് കൈ തരുമായിരുന്നു. ഇപ്പൊ 100 കൂട്ടം ചോദ്യങ്ങളാ. ഗൾഫിലെവിടാ? മസ്കറ്റിലാണോ? മൊസ്കിറ്റോ അടിച്ചിരിക്കുകയാണോ? ഇതിനെല്ലാം ഉത്തരം കൊടുക്കണം. ഫാത്തിമയുടെ വീട്ടിൽ പോയി ഗൾഫുകാരനാന്നും പറഞ്ഞ് പെണ്ണു വയ്ക്കാൻ നിന്ന് ഞാനിപ്പോ ആരാ ഷിയാബിക്ക? എടാ, ഇവിടെ വന്നൊരു 10 കൊല്ലം കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും എന്ത് കേറി വരണ്ടായിരുന്നു. 10 കൊല്ലം എടുക്കുമോ മനസ്സിലാക്കാൻ? നിനക്ക് അബ്ദുൽ ഖാദറിനെ അറിയാവൂ? ഇല്ല. ആരാ? പണ്ട് അവൻ എന്റെ കൂടെ പേർഷ്യ വരാൻ നേരം അവന്റെ കീശയില് 2 ദിർഹം ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അതുപോലും ഇല്ലാതെ ഇന്നലെ ചന്തയിൽ നിൽക്കുന്നറ. കണ്ടാ കടം ചോദിക്കും. അതുകൊണ്ട് ഞാൻ വേണ്ടിയില്ല. ഗൾഫിൽ കയറി രക്ഷപ്പെടാൻ വന്നവന്റെ അടുത്ത് പറയുന്ന കഥയൊക്കെ ഇത്. അതേക്ക ഈ പെണ്ണ് കെട്ടാൻ വേണ്ടി നാട്ടിൽ പോകുമ്പോഴേ പെണ്ണിന്റെ വാപ്പാക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് കൊടുക്കണം. തോടുള്ള അണ്ടിപ്പരിപ്പ് വാങ്ങിക്കോളൂ. എന്തിനേക്ക? ഇരുന്ന് തൊലിക്കട്ടങ്ങേരി. അതിവൻ മരുമോനാന്ന് അറിഞ്ഞപ്പോഴേ അങ്ങേര് തൊലിച്ച്. പെണ്ണ് കെട്ടിയിട്ട് നിന്റെ പ്ലാൻ എന്തോന്നു? കല്യാണം കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടുകാർ വയ്ക്കുന്ന പെണ്ണിനെയും കൂടെ ഗൾഫിൽ കൊണ്ടുപോകത്തില്ലെന്ന്. ഇവിടെ നമുക്കല്ലേ അറിയത്തുള്ളൂ കുബൂസും തൈരും കൂട്ടി തിന്നതിന്റെ പാട്. അല്ല, പെണ്ണ് എവിടുന്നു? തിരുവനന്തപുരത്തുള്ള ബ്രോക്കർ കൊണ്ടുവന്നേ. ഭയങ്കര ക്യാഷ് ടീമാ. പെണ്ണിനൊന്നും വാങ്ങിയില്ലേ? ഒരു ഐഫോൺ വാങ്ങി സർപ്രൈസ് കൊടുക്കാന്. ചെറുക്കന് അവരെന്തോന്ന് തരുന്നത്? 5 ലക്ഷം രൂപ പോക്കറ്റ് മണിയും 101 പവനും ഒരു ഇന്നോവ കാറും. നിനക്ക് തന്നെ അവര് കെട്ടിച്ചിരുന്നത്. എന്തൊക്കെ എനിക്കൊരു കുഴപ്പം? ഞാനും അവളും തമ്മിൽ നല്ല ഇഷ്ടത്തില്ല. അവളെന്നെ ഇക്കച്ചീന്നാ വിളിക്കുന്നത്. നീ തിരിച്ചോ? മുത്തച്ചിപ്പീന്ന്. ഇവിടുന്ന് പച്ച പിടിച്ചിട്ട് വേണം എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ. അല്ല, നിങ്ങൾക്ക് കല്യാണം കഴിക്കണ്ടേ? കുബൂസും കഴിച്ചിരുന്നാ മതിയാ. ബ്രോക്കറാ, സ്ത്രീധനം കുറയ്ക്കില്ലോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ആ എടു. ഹലോ, 101 പവനിന്ന് വേണേ 1 പവൻ കുറച്ചോ? അതിൽ നിന്ന് കുറയൂലേ? ഇന്നോവയെ തൊട്ട് കളിക്കരുത്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഇന്നോവ കിട്ടൂലേ? ഹലോ, ആ ബാഹുബലി ബഡ്ജറ്റുള്ള സ്ത്രീധനം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നിങ്ങൾക്കുള്ളതല്ല. നീ ഏത് ഐഫോൺ ആയിരുന്നു അവൾക്ക് വാങ്ങിച്ചത്? iPhone 6 സെക്കൻഡ് ഹാൻഡ്. ഒളിച്ചോടി പോയില്ലേ അത്ഭുതമുള്ളൂ. ആ പെങ്കൊച്ച് നിങ്ങളെ നേരത്തെ മനസ്സിലാക്കിയെന്ന് കരുതിയാൽ പോലെ ഇന്നോവ ഇപ്പൊ കിട്ടൂലേ?